ഗൈസ് വെൽക്കം ടു പെപ്പർമെന്റ് ഗാർഡൻ. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മാവ് ലെയറിംഗ് ആണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് നമ്മൾ മാവ് ലെയർ ചെയ്യണതാണ് ഇത് ഫസ്റ്റ് ടെക്നിക്ക്. ഇപ്പോൾ ഇതിൽ വേറെ ടെക്നിക്ക് വരുന്നുണ്ട്, അത് അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം. ഇതിങ്ങനെ ഒരു കവർ എടുക്കുക, ഇങ്ങനെ വെക്കുക, ഒരു സ്റ്റേപ്ലയർ എടുക്കുക. ഇതാ ഇത് നമ്മൾ ഫസ്റ്റിൽ ചകിരിയിൽ ചെയ്ത് വെച്ചാണ് വേര് വന്നത്. അതിൻ്റെ വേര് ഇത് കണ്ടോ. പക്ഷേ ഈ വേരിൽ നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണങ്ങിപ്പോകും. അപ്പോൾ അതിനാണ് ഒരു കവറിങ് ചെയ്ത് രണ്ടാമത് കുറച്ചും കൂടെ ചകിരി കമ്പോസ്റ്റ് ഇട്ടിട്ട്, ചകിരി കമ്പോസ്റ്റും എല്ലാം മിക്സ് ചെയ്ത്, ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത് കമ്പോസ്റ്റ് നിറച്ചിട്ട് ഒന്നും കൂടി വേരൊന്ന് ഉഷാറാവുന്നത്. മഴക്കാലം നിന്നതുകൊണ്ടാണ്. മഴക്കാലം ഉണ്ടെങ്കിൽ ഇത് ഓക്കെ ചെയ്യും. ഇപ്പോൾ നമ്മളിത് കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു കവർ എടുത്തിട്ട് ഇങ്ങനെ സ്റ്റേപ്ലയർ ഇട്ട് ഇത് ഒരു കവറാക്കി മാറ്റുക. ഇതിങ്ങനെ കൂട്ടിപ്പിടിക്കുക. അടിപോലെ അല്ല അങ്ങനെ ഒരേപോലെ കൂട്ടിപ്പിടിച്ചതിന് ശേഷം ഇവിടെ ഒരു കെട്ട് കെട്ടും. വേറെ കുറച്ച് നീളം ഉണ്ടായിക്കോട്ടെ, അത് നമുക്ക് ആവശ്യമുണ്ട്. എല്ലാവരും ചെയ്യണത് തന്നെയാണ്, പുതിയതായിട്ട് ഇതിനകത്തൊന്നും ഇല്ല കേട്ടോ. ഇത് നല്ല മാവാണ്, വെങ്കനപ്പള്ളി എന്നതിൻ്റെ പേര്. ഒരു അടിപൊളി മാവാണ്. നമ്മളെ മല്ലിക മാങ്ങൻ്റെ അതേപോലത്തെ മാങ്ങയാണ് ഇപ്പോൾ വരുന്നത്. അത് കാണിച്ചു തരാം. ഇപ്പോൾ കായ്ച്ച് നിൽക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഒന്ന് വലിച്ച് ക്ലിയറാക്കി ചകിരി കമ്പോസ്റ്റ് പുട്ടിൻ്റെ നനവ് നനക്കുക. ഇതിങ്ങനെ ഇടുക, എല്ലാ ഭാഗത്തും എത്തിക്കുക. എല്ലാ ഭാഗവും ഇത് വേണം. നമ്മളൊരു ചകിരി തച്ച് ശരിയാക്കിയിട്ട് ആ മഴ സമയത്ത് ചെയ്യില്ല. മഴയുടെ ലാസ്റ്റായി പോയി ചെയ്യില്ല. അതാ പറ്റിയത്. മഴ തുടക്കത്തിൻ്റെ മുന്നേ ചെയ്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കട്ട് ചെയ്യാനുള്ള സമയമായിപ്പോയി. ഇത് ലെയറിങ്, ഇത് വേറെ രീതി കൂടി ഉണ്ട്. അത് ഞാൻ കാണിക്കാം അടുത്ത വീഡിയോയിൽ. അതാകുമ്പോൾ ഇതിന് പെട്ടെന്നുണ്ട്, ഇതിന് ഏത് സമയത്തും ചെയ്യാവുന്നു. എന്താണെന്നാണ്. പിന്നെ നമുക്ക് വേറെ ഒരു തുളൊക്കെ കൊടുത്തിട്ട് വെള്ളം, പിന്നെ അവിടെ ഷവർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നന അങ്ങനെ പോകും. എപ്പോഴും കുറച്ച് വലിയ കവറിടുന്നു. മാവൊക്കെ ആകുമ്പോൾ കുറച്ച് വേര് കൂടുതൽ പടർന്ന് പിടിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഉണങ്ങിപ്പോയി. കമ്പോസ്റ്റ് വരുന്ന രീതിയിലാണ്. നല്ല തിക്കായിരിക്കണം. എയർ പാടില്ല, എയർ ലോക്കാവും. ലൂസായി കിടന്ന വേര് കുറച്ച് ബുദ്ധിമുട്ടാണ്. നല്ല ടൈറ്റായിട്ട് ചെയ്യണം. പൂവൊക്കെ കഴിഞ്ഞാൽ പോകുന്നുണ്ടോ? ഈ പൂവൊക്കെ ഇവിടെയൊക്കെ പൂവ് അടിപൊളി മാവാണ്. കയറിട്ടിട്ട് ഇവിടെ ഒരു കെട്ടി തൽക്കാലം കെട്ടി പണി വരും. ഞാൻ ഈ മാവ് കവറിൽ വെച്ചതാണ്. കവറിന് വേര് താഴെ പോയി. വേര് താഴെ പോയപ്പോൾ കഴിഞ്ഞ വർഷം 15 വാങ്ങട്ടി, ഇപ്രാവശ്യം 25 വാങ്ങുന്നല്ലോ. അത് വാങ്ങിയിരിക്കുന്നുണ്ടോ? ഇഷ്ടംപോലെ പൂവുണ്ടോ? അതുണ്ടോ പൂ ഇവിടെ ലെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഇനി നമ്മൾ ഒന്നും കൂടെ ചെയ്യണം. ഇവിടെ ചെയ്തിട്ടുണ്ട്, നമ്മൾ മൊത്തം ചെയ്തിട്ടുണ്ട്. കുറേ കൊടിഞ്ഞു പോയി. മാങ്ങ ഇത് പോയപ്പോൾ ഇത് മൊത്തം താഴ്ന്നു. ഇതുണ്ടോ, ഇത് മാങ്ങണ്ടായിട്ട് താഴ്ന്നു. അത് കുറേ പറിച്ചതല്ലേ ആ മാങ്ങ. നോക്കിയാൽ മാങ്ങ ഇതൊരു 850 ഗ്രാം വരെയൊക്കെ വരുന്നു. അവിടെ കണ്ടിട്ടോ. അതാ വെങ്ങനാപ്പള്ളി മാവ് എല്ലാവർക്കും വീട്ടിൽ വെക്കാൻ പറ്റുന്ന മാവാണ്. പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇത് നല്ല ഹൈറ്റ് വരും, നല്ലപോലെ വളരും. അപ്പോൾ അതിന് സ്ഥലമുള്ളവർക്ക് പറ്റും. ചെറിയ സ്ഥലത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. സ്ഥലം കണ്ടമാനം വളരും. ഇനി ഇതൊന്ന് വലിഞ്ഞ് കെട്ടണം.
നല്ല ബലത്തിൽ. ബലം കുറയാൻ പാടില്ല. ആദ്യം ഈ കയറിങ്ങനെ എടുക്കും. ഇവിടെ നിന്നിട്ട് മേലോട്ട് ഇടാം. ഒന്ന് താഴോട്ട് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന രീതിയിലാവും. ഈ കയറ് നമുക്ക് ഈ സെൻറ്ററിൽ ഇട്ടിട്ട് നല്ല 2 കെട്ട് കിട്ടണം. വലിഞ്ഞ് കെട്ടണം. നല്ല എയർ ലോക്കായിട്ട് ഇത് നിൽക്കണം. ലൂസായി കിടന്നാൽ വേര് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ടൈം കുറേ എടുക്കും. ഇതിങ്ങനെ കെട്ടണം. വലിഞ്ഞ് കെട്ടുക. നമുക്കത് നല്ല ടൈറ്റാണ് വേണ്ടത്, അല്ലെങ്കിൽ ശരിയാവില്ല. ലൂസായി കിടന്ന വേര് കുറച്ച് പ്രയാസം. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനത്തെ അടിപൊളി വീഡിയോകൾ ഇനിയും വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക. ഇതിനോടൊപ്പം നിങ്ങളെ കൂട്ടുകാർക്ക് ഷെയറും ചെയ്തു കൊടുക്കുക.